സമയം 12 മണി കഴിഞ്ഞ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അയ്യോ വഴി മാറിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ഛന്റെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരു വെറൈറ്റി പരിപാടി പറയാൻ പോവാണ്. ഇന്ന് 24 മണിക്കൂർ അച്ഛൻ പറയുന്നതായിരിക്കും നമ്മളെല്ലാവരും കേൾക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് അച്ഛനാണ് മെയിൻ. അച്ഛൻ എന്ത് പറയുന്നോ അത് ചെയ്യുക. അച്ഛൻ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അച്ഛന് പറയുക, അത് ചെയ്തു തരും. അതുപോലെ എനിക്ക് ഓട്ടത്തിന് പോയച്ചു ജോലി പിന്നെ ചെയ്തോളാൻ പോയിട്ടുണ്ട്. എന്നാ ഞാൻ എന്റേതായ രീതിയിൽ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. ഓക്കെ, അപ്പൊ നാളെ രാവിലെ കാണാം സുഹൃത്തുക്കളെ. ടാറ്റ. ഇപ്പൊ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഭയങ്കര ക്ഷീണം കേട്ടോ, വേണ്ട വയറൊക്കെ ഡുമ്മിനായിട്ടിരിക്കുക. ഓക്കെ. ഹേ ഗൈസ്, അങ്ങനെ സമയം ഉച്ചയായിരിക്കുകയാണ്. അമ്മ ബർത്ത്ഡേക്കാരെ എന്തി? ബർത്ത്ഡേക്കാര് വന്ന് ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെ പണിക്ക് പോയി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുവായിരുന്നു. പ്രത്യേകിച്ച് പരിപാടി ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പൊ മഴയൊക്കെ പെയ്ത് മൊത്തത്തിൽ ഒരുമാതിരി. അച്ഛനും ഒരു താല്പര്യമില്ല മൊത്തത്തിൽ. അച്ഛൻ ഈ വയസ്സായതുകൊണ്ടുള്ള ഒരു വിഷമമാണോ എന്തോ. ഇന്നലെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞപ്പോഴും വലിയൊരു മൈൻഡില്ല. ഓക്കെ എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെ ഇങ്ങനെ. അച്ഛന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ, ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുക്കണം. അപ്പം നമുക്ക് പോയിട്ട് എന്തായാലും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാം. അച്ഛനെ നോക്കിയിരുന്നാൽ ഒന്നും നടക്കത്തില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്ന അച്ഛന് ഷർട്ടോ പാൻറ്റോ എല്ലാം എടുക്കാം. ഞാൻ എല്ലാം മേടിച്ചു കൊടുത്തിട്ടേ അച്ഛനെ. എനിക്കിനി മേടിച്ചു കൊടുക്കാനായിട്ട് ഗിഫ്റ്റുകളില്ല. ഇല്ലേ ഹാപ്പി കുട്ടാ? ഹാപ്പി കുട്ട അല്ലേ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക? കഴിഞ്ഞ പ്രാവശ്യം ഇതിന് പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് വാച്ചും ഇയർഫോണൊക്കെ മേടിച്ചു കൊടുത്തല്ലേ. ഞാൻ ഇനി എന്തിനാ ഫോണും മേടിച്ചു കൊടുത്തായിരുന്നു. എനിക്ക് എന്റെ തലയൊന്നും വരുന്നില്ല. ഈ ഗിഫ്റ്റ് ആലോചിക്കുന്ന കാര്യമാണ് പാട്. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്ത സംഭവം സൂപ്പർ ആയിരുന്നു. പക്ഷെ അച്ഛൻ ഇവിടെ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ. അപ്പൊ നമുക്ക് പോവാം. ഇറങ്ങിയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. ഇപ്രാവശ്യം അനു സെലക്ട് ചെയ്യും. അത് രസമുണ്ട് കേട്ടോ. അതൊരു ഗ്രീനില് മുത്തൊക്കെ വരുന്നുണ്ട്. അച്ഛനൊരു ഷൂവും കൂടെ മേടിക്കാന്ന് വിചാരിക്കുന്നു. അമ്മ ഷൂവും കൂടെ നോക്കിയല്ലേ അച്ഛന്? ഇതൊക്കെ നോക്കിയേ, കൊള്ളത്തില്ലേടി? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും ഒരു ഷൂവും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. എടുത്തോണ്ട് കിടക്കാൻ അതിന് കാലിടുവല്ലേ ഇവർ? ഈ വാ ഉറന്ന മണ്ടത്തരേ വരത്തുള്ളൂ. നീ ചിരിക്കണ്ട, നീ അത് തന്നെ. നമുക്ക് 1-2 എടുത്ത് പീസ് എടുത്ത് വെക്കാം. ഇതിൽ 2 ഇതാണ് സൂപ്പർ. ഇനി അപ്പം ഇത് ഡിസ്ക്വാളിഫൈ. ഇത് കോൺക്രീറ്റ്. കോൺക്രീറ്റ് ഇതൊക്കെ പൊക്കോണ്ടറി. അച്ഛൻ്റെ കണ്ണങ്കാലൊക്കെ എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാൻ തോന്നുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ മന്തി വെക്കാന്ന് വെച്ചേട്ടാ, അതുകൊണ്ട് പാക്കറ്റ് ആക്കാം. ഇതാകുമ്പോഴത്തേനും എളുപ്പമില്ല. എല്ലാം കൂടെ ഇതിനകത്ത് എല്ലാം ഉണ്ടാ. കോഴി ഉണ്ടോ അതിനകത്ത്? എടാ എന്തുവാടെ കോഴിയില്ല. അല്ല സാധാരണ മറ്റേ നമ്മളാ ചിക്കൻ ബിരിയാണി വയ്ക്കുമ്പോൾ അതിനകത്ത് ഉണങ്ങിയ ചിക്കൻ അങ്ങനെ വരുമല്ലേ? അച്ഛൻ തന്നെ ഇത് തികയണം. അച്ഛൻ തന്നെ തിന്നും. പിന്നെ 4 പേരത്. അപ്പൊ ഇത് തികയോ നമുക്ക് എല്ലാവർക്കും കൂടാ? ചെറിയ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീടെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ പ്ലാൻ എല്ലാം നമ്മൾ മാറ്റിയില്ലേ. നമ്മൾ ആദ്യം പായസം വെക്കാന്ന് പറഞ്ഞോണ്ടിരുന്നത്, പിന്നെ അത് മാറ്റിയിട്ട് മന്തി വെക്കാന്ന് വിചാരിച്ചു അല്ലേ. കറണ്ട് ഇല്ല, അതുകൊണ്ട് നമുക്ക് കല്ലിൽ അരയ്ക്കാം. ആരാ അരയ്ക്കുന്ന? അവിടെ കുടമ്മ നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മ ഇങ്ങോട്ട് പറഞ്ഞിട്ടേക്കാണ്. അമ്മാമ്മ എൻ്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മക്കളെ നന്നായിട്ട് നോക്കണം, നല്ല അച്ചടക്കം വേണം. അത് തന്നെ പറഞ്ഞ എന്തായാലും അങ്ങോട്ട് അരയ്ക്ക്. കറണ്ട് ഇല്ല കേട്ടോ. അച്ഛൻ വരുമ്പോഴത്തേനും നമുക്ക് ഞെട്ടിക്കണം. നമ്മൾ 3 പേരും ഞെട്ടിക്കാനുള്ള പരിപാടിയല്ലേ. ഇനി ഇത് മന്തി വെച്ചിട്ട് വേണം നമുക്ക് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. കേക്ക് കഴിച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ പൂത്തിരിയെ കൊണ്ട് കത്തുന്ന. ഇന്ന് കത്തിക്ക് ഞാൻ ഇന്ന് നോക്കിയോ. 50ാം പിറന്നാൾ അച്ഛൻ്റെ. എൻ്റെ അച്ഛൻ 50 വയസ്സായിടേ. എന്നെക്കാട്ടി എത്ര വയസ്സിന് മൂത്ത അച്ഛൻ? വേണ്ട എടീ, അത് ഞാൻ വരച്ച കേട്ടോ.
ഭിത്തി നശിപ്പിച്ച്. അത് സൂപ്പർ അല്ലേ ഇത്? എന്തോ സാധനം അവക്ക് മനസ്സിലാക്കാവും. ഇത് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി വീട്ടിന്റെ മുന്നിൽ മറ്റേത് ചിത്രശലഭമായിരിക്കും. ആയിരിക്കും ആണ്, അത് കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ ബട്ടർഫ്ലൈ. ഇത് പെട്ടെന്ന് വരച്ചതാ, കുറച്ചുകൂടെ സമയം എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ വലുതാക്കി വരച്ചേനെ. കുറച്ച് സമയം കിട്ടണ്ടേ, മൊത്തം കഴിവും കാണിക്കാൻ പറ്റില്ല. പശുവിന്റെ റിസൾട്ടാ? ഇന്ന് SLCയുടെ റിസൾട്ടൊക്കെ വരുന്ന ദിവസമല്ലേ? എല്ലാവരും മാർക്കൊക്കെ എന്തായി? പഠിച്ചോ? എഴുതിയോ? ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സത്യത്തിൽ ഈ റിസൾട്ട് നോക്കാൻ പോയിരിക്കുമ്പോൾ ടെൻഷൻ. ആ കമ്പ്യൂട്ടർ സെന്ററിൽ ഇരിക്കുമ്പോൾ ചിലതാണെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ട് വരത്തില്ല, ഇങ്ങനെ ലോഡാവും. ആ സമയത്ത് ടെൻഷൻ ഉണ്ടല്ലേ? നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നാ? മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കണ്ട കേട്ടോ. 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു ഇതാ മാത്രമാണ്, അങ്ങ് വലിയ കാര്യമൊന്നുമില്ല മാർക്കിലൊന്നും. ഇനി അങ്ങോട്ട് പഠിച്ചാൽ മതി അല്ലേ? മതി. 10ാം ക്ലാസ്സിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും പഠിക്കണം കേട്ടോ. ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മസാല അങ്ങോട്ട് സെറ്റാക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലി, കുരുമുളക്, ഇങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. മറ്റേ ഉണക്ക നാരങ്ങയും ആ സാധനമൊക്കെ. ഇതെല്ലാം നമ്മൾ പാക്കറ്റ് കേട്ടോ മേടിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു പാക്കറ്റിനെക്കാട്ടി നല്ലത് ലൂസ് പിടിക്കുന്നത് നമ്മളല്ലാതെ സാധനം മേടിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. നമ്മൾ നാരങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടോ? മാഗി ക്യൂബ്. മാഗി ക്യൂബ് 2 കൂടെ എടുത്തിട്ടോ, അകത്തിരിപ്പുണ്ട്. ഇതിട്ടാലേ മന്തിക്ക് ടേസ്റ്റ് വരൂ. ഇത് മന്തീൻ്റെ മസാലയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളകും കൂടെ ഒക്കെ എക്സ്ട്രാ ചേർക്കാം. ഇതിനകത്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് മുളക് പൊടി ഇല്ലല്ലേ? പക്ഷെ ഇതൊരു പ്രാവശ്യം കൊച്ചു ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ അല്ലാതെ മസാല ഇല്ലാതെ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ. ലേശം കുരുമുളക്, കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി. ഇനി എല്ലാം കൂടെ അങ്ങോട്ട്. ഉപ്പിട്ടില്ല, സോറി മറന്നുപോയി. മാഗി ക്യൂബിന് ഉപ്പുണ്ട്, ഇച്ചിരി ഇട്ടേ ഉപ്പ്. ഇനി അങ്ങോട്ടെല്ലാം കൂടെ തിരുമി അങ്ങോട്ട് സെറ്റാക്കുക. സൺഫ്ലവർ, ഇനി കുറച്ച് സവാള, പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയില. സവാള കഴിച്ച് കൂടി കേട്ടോ, കുഴപ്പമില്ല. പടക്കം പിടിച്ച. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ പരിപാടി. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഇരുന്ന് സെറ്റായിട്ട് നമുക്ക് ചട്ടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഇനി നമ്മൾ വേറെ വെളിച്ചെണ്ണ സംഭവം ഒന്നും അടിക്കണ്ട, എല്ലാം ഇട്ടായിരുന്നു. ഇത്ര വെള്ളം മതി കേട്ടോ, ഇതൊക്കെയാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ റൈസ് ഇട്ട് സെറ്റ് ചെയ്യാം. 2 കഷ്ണം നാരങ്ങയും കൂടെ അങ്ങോട്ടിടാം. പക്ഷെ നമ്മളിവിടെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടാ. ഇവിടെ ബർത്ത്ഡേക്കാരന് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചതാ. ഇതോ വന്ന് മറ്റേ ഹാപ്പി ബർത്ത്ഡേ അടിക്കുന്നത് അതുകൊണ്ട് പോലെ. ഇതൊക്കെയാണ് ഇനിയാണ് രസം. ചിക്കൻ മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വാച്ച പെരിക്ക് ബലൂണ്. ഓടെ ബലൂണ് പറ്റിച്ചിടാ നമ്മളാ, മൊത്തം മൂട്ടി ഓട്ട. 2-3 ഉള്ളതുള്ളൂ കേട്ടോ. ബലൂണൊക്കെ ഇപ്പൊ വരും. മൂത്തമ്മയും അമ്മമാരും പിന്നെ കളങ്ങാട്ടുനിന്നും ഒക്കെ വരും. പുറത്തെ നാൾ വാഴ്ത്തുക്കൾ. ഞാൻ വേറെ സെറ്റപ്പ് പരിപാടിയൊക്കെ വിചാരിച്ചത്. അച്ഛൻ എന്തിനു പറ്റിയാ? ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛനെ ഞാൻ ഇന്നലെ വിഷ് ചെയ്തപ്പോഴും എന്തൊരു ഒരു എപ്പോഴത്തെ പോലെ ഒരു ഇതില്ലായിരുന്നു. ആ ഒരു സന്തോഷം എനിക്ക് അങ്ങനെ തോന്നിയില്ല. സന്തോഷം ഒന്നും ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. എന്തരാ പറ്റിയ പോലെ അങ്ങനെ തോന്നിയില്ലേ? അതെ അതെ അതെ. എന്റെ ഹാപ്പി ബർത്ത്ഡേ പറയാ. ഹാപ്പി കുട്ട അല്ലേ? ഹാപ്പി കുട്ട. ഓക്കെ, നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പറക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ഒത്തിരി ഓവറായിട്ട് നോക്കാനുണ്ട്.
ഇത് കഴുകി കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പം ഇത് കഴിക്കണം കേട്ടോ. വെള്ളം കറക്റ്റ് അല്ലെങ്കിൽ മൊത്തം പരിപാടി ഇപ്പോൾ പാളും. കറക്റ്റേ അരിയുടെ തൊട്ട് മേളിൽ നിൽക്കണം വെള്ളം. ഒഴി. ഇനി നമുക്ക് ചിക്കൻ കുറച്ച് മസാല വെച്ചിട്ട് നമുക്ക് എയർ ഫ്രയർ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അച്ഛൻ്റെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ചെയ്തേ. ചിക്കൻ ബർത്ത്ഡേ. പക്ഷേ എൻ്റെ ബർത്ത്ഡേക്കൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇതിപ്പം സൂപ്പറാക്കി കേട്ടെ. ആരെ ബർത്ത്ഡേ അവർക്കൊരു ഇതാന്ന് തോന്നുന്നല്ലേ. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഇതായിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ പോത്തേ. ഇനി അങ്ങോട്ട് പറക്കി വെച്ചാൽ മതി. അയ്യേ നാണമൊക്കെ വരുന്ന അച്ഛന്. ഹേ ഗൈസ്, ഇപ്പോൾ സമയം ഏതാണ്ട് 7:30 ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കേക്ക് കട്ടിയാനായിട്ട് സമയമായി. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കേട്ടോ. ഇതാണ് നമ്മൾ ചെയ്ത ഡെക്കറേഷൻ പണികളൊക്കെ. കൊള്ളാമല്ലേ? രസമുണ്ട്. ആ ബലൂണിൻ്റെ കളറ് കൊള്ളാമല്ലേ? ഗോൾഡൻ കളറും ഇതും. ഇത് ചിരിക്കുന്ന ഏട്ടാ അച്ഛൻ്റെ കേക്ക്. വാ അച്ഛ കാണ്, വാ ആയിക്കോട്ടെ, വാ കാണ്. എൻ്റെ ചുമന്ന കേക്ക, റെഡ് വെൽവെറ്റ്. ഹാപ്പി ബർത്ത്ഡേ. കഴുതരുമില്ല, നമ്മളില്ല വണ്ടിക്കകത്ത് കൊണ്ടുപോയി ബാനർ ഒട്ടിച്ച്. അപ്പൊ അച്ഛാ എല്ലാം സെറ്റാണ്. നമ്മുടെ ഡെക്കറേഷൻ പണികളൊക്കെ എല്ലാവർക്കും കൊള്ളാന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, സെറ്റായി. ഓക്കെ, നമ്മള് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും സെറ്റപ്പ് ആക്കിയത്. അപ്പോൾ അതിൽ സന്തോഷവാനാണോ? അതിസന്തോഷം. ഈ ബർത്ത്ഡേ കാറിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പവർ വരാറില്ല സാധാരണ. വരത്തില്ലത്. അതെ, ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ചമ്മല. അയ്യോ തൊപ്പി എന്ത് തൊപ്പി എടുത്തിട്ടോ? അയ്യോ ചമ്മലിന്റെ കാര്യം പറഞ്ഞ തൊപ്പി എടുക്കാൻ പറഞ്ഞു. വേണോ? ആ അതൊക്കെ വേണ്ട ചേട്ടാ. എന്റെ ബർത്ത്ഡേ കൊടിയും പിടിച്ച് ഫസ്റ്റ് ചെയ്യുന്നതാ. സ്വന്തം ബർത്ത്ഡേ വരുമ്പോഴത്തേനും വലിയ അതൊക്കെ മതി. ഇത് പച്ച കളർ തൊപ്പിയാണ് മെയിൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം കേക്ക് കട്ടിയാച്ചാ എല്ലാം സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം കേക്ക് കട്ടിയാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ഛ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. തുറന്നു നോക്കിക്കോ. താങ്ക് യു. തുറന്നു നോക്കാത് കറക്റ്റ് അളവാണെന്ന് ഡൗട്ടുണ്ട്. ഇട്ട് നോക്കണം. ഷൂസ്. അച്ഛൻ അങ്ങനെ ഷൂസ് ഒന്നും അധികം പേടിക്കാറൊന്നുമില്ല. ആകെ ഒരു ഷൂ അങ്ങാണ്ടേ ഉള്ളു അച്ഛന്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേന് ഇല്ലാത്തത് അതേ ഉള്ളതിന് ഞാൻ ഗിഫ്റ്റ് തരാതില്ല ഉള്ളത്. സൂപ്പറേ, കൊള്ളാവോ? ഒരു പച്ച ഷെയ്ഡാ വേണ്ട. അച്ഛൻ ഇങ്ങനത്തെ ഷൂ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ടൈപ്പ് ഇത് നമുക്ക് പിന്നെ നമ്മള് കുറച്ചേരം കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകണം കേട്ടോ. അപ്പോഴത്തേന് അപ്പം ഇടാം. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. അയ്യോടേ എടേ ഇത് കത്തിച്ചില്ലടേ. അയ്യോ ഞാൻ അത് മറന്നുപോയി. ഇത് പൂത്തിരിയടി. ആ ഇത് ഇങ്ങനെ വെക്കുന്ന. ഓക്കെ,
ഇത് കൊള്ളാം. മിനിക്കൊക്കെ ഉണ്ട്, മിനിക്കൊക്കെ ഉണ്ട്. ഒരു ഷർട്ട് കേട്ടോ. കൊള്ളാം. ആരാ സെലക്ട് ചെയ്തേ? കൊള്ളാം. സംഭവം ഉണ്ട്. എന്നാ നോക്ക്, അതിനകത്തുണ്ട്. തിരിച്ച് പണിഞ്ഞേ, തിരിച്ച് പണിഞ്ഞ്. അതിരിക്കട്ടെ, എനിക്ക് മേടിച്ചൊന്നുമില്ലേ, 2 ഇരിക്കട്ടെ. ഇത് തിരിച്ച് പണിഞ്ഞ, അതത്രേ ഉള്ളു. ഇതെന്നാലും ഇത് ഒത്തില്ല. ഏതാ? ഞാൻ കെട്ടി തൂക്കി കെട്ടി തൂക്കിട്ടത് ഇവിടെ കെട്ടി തൂക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആക്കി. കൊള്ളാം, നല്ലതാ. ഇത് പോക്കറ്റെ കൊണ്ട ഇട്ട് നോക്ക് പോയി. അപ്പൊ അതായിരുന്നു കേട്ടോ. ഇത് കൊള്ളായിരുന്നേ. കൊള്ളായിരുന്നാ? ഇഷ്ടപ്പെട്ടാ ഗിഫ്റ്റ്? അടിപൊളി. ഓക്കെ, അടിപൊളി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. 50 വയസ്സായി. അതിനിപ്പോ എന്താ, അതിൽ വല്ല കാര്യമുണ്ടോ? എനിക്ക് 10-25 വർഷത്തോടെ കഴിയുമ്പോ എനിക്ക് 50 ആയി. തീർന്നില്ലേ? അച്ഛന്റെ പകുതിയാണ് ഞാൻ, പകുതി പൈസ എനിക്കുണ്ട്. ആ, കാല് കഴിഞ്ഞു. കുറച്ചാൾ കഴിയുമ്പോ ഞാൻ അച്ഛന്റെ അവിടെ എത്തും. അച്ഛൻ ഇവിടെ 50-ല്, ഞാൻ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് എത്തും. പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ആയിരിക്കാം. ഹാപ്പി. എന്നാലും ഇത് കത്തിക്കാൻ പറ്റിയില്ല. ഇത് നമുക്ക് ലാസ്റ്റ് കത്തിക്കാം. ലാസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഇറക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഫുഡ് കഴിക്കാം. മന്തി റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. സെറ്റായല്ലോ. മസാല, എരി, ഉപ്പ് പക്ക. കണ്ടിട്ട് കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടല്ലേ? അമ്മ സലാഡൊക്കെ സെറ്റാക്കി കേട്ടോ. കഴിച്ചു നോക്കാം. നല്ല വിശപ്പാ. ഉച്ചയ്ക്ക് അങ്ങോട്ട് പൊലിപ്പിക്കാൻ പറ്റിയില്ല എനിക്ക്. കൊള്ളാം. ചിക്കൻ നോക്കിയാ അടിപൊളി. സെറ്റ്. കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടാ? അടിപൊളിയാ. സൂപ്പർ സൂപ്പർ. ഓക്കെ, കഴിച്ചിട്ട് വരാം കേട്ടോ. നല്ല ഷർട്ട്. എങ്ങനെയുണ്ട് ഷർട്ട്? അടിപൊളി. കൊള്ളാല്ലേ? ഓ, ഷൂ ഒക്കെ അപ്പോ ഏതാ ലുക്ക്. കൊള്ളാം കേട്ടാ, രസമുണ്ട്. ഇങ്ങനത്തെ ഷൂ മേടിക്കുന്ന കുറച്ചുകൂടെ നല്ലത് കേട്ടോ. രസമുണ്ട്. സൈഡ് നോക്കട്ടെ, സൈഡ് തിരിഞ്ഞ്. അടിപൊളി അടിപൊളി. കൊള്ളാം കൊള്ളാം. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മള് സിനിമയ്ക്ക് പോവാട്ടോ. നമ്മുടെ സൂര്യണ്ണന്റെ പടമാണ് കറുപ്പ്. സൂര്യയുടെ ഒക്കെ സിനിമ കണ്ടിട്ട് എത്ര നാളായല്ലേ? പോയേക്കാം. പിന്നെ വേറെ പടം ഉണ്ടായിരുന്നു, മറ്റേ ഇല്ല ടോവിനോടെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, കോമഡി പടം. പിന്നെ ഞാൻ ഇത് ഒത്തിരി നാളായി സൂര്യയെ കണ്ടിട്ട്, അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഇതങ്ങ് ഒത്തിരി നാളായി കണ്ടിട്ട്. ഹേ ഗൈസ്, അപ്പം നമ്മൾ സിനിമയെ കണ്ടിട്ട് വീടെത്തി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ. പടം കൊള്ളുന്നില്ല, ഇഷ്ടപ്പെട്ടില്ല. അനുവിന് ഡൗട്ടാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയത്? എല്ലാരെയും പോലെ ഞാനും റിവ്യൂ കണ്ടിട്ടാണ് പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയാലോ. ഉദ്ദേശിച്ച സംഭവം, ഒരു പ്രമേയം, ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടായിരിക്കും ആദ്യം തൊട്ടേ എനിക്ക് ബോറായിട്ടാണ് തോന്നിയത്. ഭയങ്കര ലാഗും ഉണ്ടായിരുന്നു. അമ്മ ഇടയ്ക്ക് ഉറങ്ങുകയും ചെയ്ത്. അച്ഛൻ ഉറങ്ങിയായിരുന്നാ? ഇല്ല, അമ്മ കിടന്ന് ഉറങ്ങിയായിരുന്നു. പീക്ക് പടം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നിയില്ല. കറുപ്പന്നല്ലി കണ്ടതെന്ന് എനിക്ക് ഡൗട്ട്.
പിന്നെ എടുത്തേക്കുന്ന ഫ്രെയിം ഷോട്ടുകൾ അതൊക്കെ ഭയങ്കര സൂപ്പർ ആട്ടോ. പിന്നെ സൂര്യ കണ്ടിട്ട് വേറെ കാര്യമുണ്ട്, ഇന്ദ്രൻ ചേട്ടന്റെ അഭിനയം. ഇന്ദ്രൻ ചേട്ടന്റെ കുറച്ച് ഫസ്റ്റ് ഹാഫിലെ കുറച്ച് സംഭവം ഉണ്ട് കേട്ടോ. അത് ആ പാട്ടൊക്കെ എനിക്ക് അതാണ് ആ സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അതാണ്. പാട്ട് പോയപ്പോഴത്തെ പടം നല്ല അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത്. അതൊക്കെയാണ് അച്ഛന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ അല്ലേ. ഹവാസ്ത ബർത്ത്ഡേ ദിവസം അടിപൊളിയായിരുന്നു. ഓക്കെ അല്ലേ? പിന്നെ അങ്ങനെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് മിന്നി നിൽക്കുകയാണ്. തിളങ്ങുന്നു ശൂരിട്ടാ. ഓക്കെ, അത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേന് ഇടായിട്ട് അഴുക്കാക്കാതെ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പം അച്ഛനെ ഒത്തിരി പേര് പിന്നെ വിഷയം ചെയ്തായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു നന്ദി, താങ്ക്സ്. എല്ലാവർക്കും വിഷ് ചെയ്ത എല്ലാവർക്കും ഹായ് അല്ല, താങ്ക് യു. അതെ. ഏകദേശം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ബൈ.